പ്യാരെ ദോസ്തോ ആദാബ്. പ്ലസ് ടു ഉറുദു പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും H4 ഉറുദു ക്ലാസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ഈ വരുന്ന പബ്ലിക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ടൈപ്പ് ചോദ്യമായിട്ടാണ് മിഥിലാജ് സർ വന്നിരിക്കുന്നത്. ദേഖിയെ ബച്ചോ, അഫ്സാന ബുഡ്ഢി കാക്കി നമ്മുടെ പ്രേംചന്ദ് എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു അഫ്സാനയാണ്, ചെറുകഥയാണ് അല്ലേ. ഇവിടെ നിന്നും നമ്മുടെ കിർദാരി നോട്ട് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ നമ്മുടെ വരും. നമുക്ക് നോക്കാം ചോദ്യം എങ്ങനെയാണ് വരുന്നത് നോക്കാം. അഫ്സാന ബുഡ്ഢി കാക്കി, അഫ്സാന ബുഡ്ഢി കാക്കി എന്നതിലെ ദോ കിർദാറും കെ നാം ലിഖിയെ, രണ്ട് കഥാപാത്രങ്ങളുടെ ദോ കിർദാറും കെ നാം ലിഖി, രണ്ട് കഥാപാത്രങ്ങളുടെ പേര് ഒന്ന് നമ്മൾ പരിചയപ്പെടുന്നു. ഇതൊക്കെ ബുഡ്ഢി കാക്കി, ബുഡ്ഢി കാക്കി അതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് അല്ലേ, നമുക്കറിയാം. ഇതൊക്കെ അതുപോലെ ബുദ്റാം, ബുദ്റാം അവരുടെ മകനാണ്. അതുപോലെ ചോട്ടിയിൽ ലടുക്കി, ഓക്കെ, ബുദ്റാമിൻ്റെ ചോട്ടിയിൽ ലടുക്കി ചെറിയ പെൺകുട്ടിയായിട്ട് വരുന്നത് ലാഡ്ലിയാണ്. ലാഡ്ലി ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അല്ലേ. देखिए इस अफसाने का पसंदीदा किरदार कौन है, നിങ്ങളുടെ ഈ ഒരു അഫ്സാനയിലെ ഏറ്റവും നിങ്ങളുടെ പസന്ദീദ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രം കോൻ ഹെ, ആരാകുന്നു. इसके बारे में एक नोट तैयार कीजिए, इसके बारे में അവരെ കുറിച്ച് एक നോട്ട് തയ്യാർ कीजिए, ഒരു നോട്ട് തയ്യാറാക്കിയാലും. അപ്പം നമുക്ക് തയ്യാറാക്കാം, നമുക്ക് ലാഡ്ലിയെ കുറിച്ച് നമുക്ക് തയ്യാറാക്കാം. ഓക്കെ, ലാഡ്ലിയെ കുറിച്ച് നമുക്ക് തയ്യാറാക്കാൻ പഠിക്കാം. ഓക്കെ, റെഡി ലാഡ്ലിയെ കുറിച്ച്. ഓക്കെ, देखिए ലാഡ്ലി എന്ന് നിങ്ങൾ ഹെഡിങ് കൊടുക്കുക. നോക്കൂ, ലാഡ്ലി ഇസ് അഫ്സാനേക്ക, ഈ ഒരു ചെറുകഥയുടെ ഇസ് അഫ്സാനേക്ക എന്ന് പറഞ്ഞാൽ ഈ ചെറുകഥയുടെ ഏക് അഹം കിർദാർ ഹെ. ഒരു എസ്സേ ടൈപ്പ് ചോദ്യമാണ്, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ലാഡ്ലി ഇസ് അഫ്സാനേക്ക, ഈ ഒരു ചെറുകഥയുടെ ഏക് അഹം കിർദാർ ഹെ, ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാകുന്നു. വോ ഹംദർദി, അവൾ വളരെയധികം കരുണയുള്ള, ഹംദർദി വളരെയധികം കരുണയുള്ള, നേക്ക് ദിൽ നന്മയുള്ള മനസ്സിലേക്ക് മുജസ്സമാഹെ, ഒരു പെൺകുട്ടിയാകുന്നു. വോ ഹംദർദി വളരെയധികം കരുണയുള്ള, നേക്ക് ദിൽ നല്ല നന്മയുള്ള ഹൃദയമുള്ള, മുജസ്സമാഹെ ഒരു നല്ല പെൺകുട്ടിയാകുന്നു. ഔർ ഇൻസാനിയത്ത് കാ മനുഷ്യത്വത്തിൻ്റെ അച്ഛാ നമൂന ബിഹെ, ഒരു നല്ല മാതൃകയും കൂടിയാകുന്നു. എന്നാൽ നമൂന എന്ന് പറഞ്ഞാൽ എന്താണ്? മാതൃക. ഇൻസാനിയത്ത് കാ മനുഷ്യത്വത്തിൻ്റെ ഒരു അച്ഛാ നമൂന ബിഹെ, ഒരു നല്ല മാതൃകയും കൂടിയാകുന്നു. ഒരു കംസിൻ ലടുക്കി ഹോനേക്ക് ബാവജൂദ് ബി, ഓ കംസിൻ ലടുക്കി എന്ന് പറഞ്ഞാൽ പ്രായം കുറഞ്ഞ പെൺകുട്ടി. ഒരു കംസിൻ ലടുക്കി ഹോനേക്ക് ബാവജൂദ്, അവളെന്താണ് ഒരു പ്രായം കുറഞ്ഞ പെൺകുട്ടിയായിട്ടും കൂടിയും, ബാവജൂദ് പെൺകുട്ടിയായിട്ട് കൂടിയും, ബുഡ്ഢി കാക്കി വൃദ്ധയായിട്ടുള്ള നമ്മുടെ ബുഡ്ഢി കാക്കിയെ ഹദ് സേ ജ്യാദ മദദ് കർത്തി ഹെ, ഹദ് സേ ജ്യാദ ധാരാളം, ഹദ് സേ ജ്യാദ പരിധി ഇല്ലാതെ എന്ത് ചെയ്യുന്നു, മദദ് കർത്തി ഹെ സഹായിക്കുന്നു. ജബ് ഉസ്കി മാം ബാപ്പ്, എപ്പോഴാണോ അവരുടെ മാം ബാപ്പ് അമ്മയും അച്ഛനൊക്കെ കാക്കിക്കോ ബേറഹ്മീസെ യാതൊരു കരുണയുമില്ലാതെ, ഒരു റഹമുമില്ലാതെ, കരുണയുമില്ലാതെ ഗഡ്തേഹിം പെരുമാറുന്നത്. തോ അപ്പോൾ വോ കാക്കിക്ക് പാസ് ജാക്കർ, നമ്മുടെ ലാഡ്ലി നമ്മുടെ കാക്കിയുടെ അടുത്തേക്ക് ജാക്കർ പോയിട്ട് ഉനേം തസല്ലി ദേനാ ചാഹ്തിഹിം, അവരെപ്പോഴും സമാധാനിപ്പിക്കുമായിരുന്നു. തസല്ലി ദേനാ ചാഹ്തിഹിം, അവരെപ്പോഴും സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമായിരുന്നു? ചാഹ്തി ആഗ്രഹിക്കുമായിരുന്നു, ചാഹ്തിയെ ആഗ്രഹിക്കുമായിരുന്നു. देखिए इस अफसाने में, ഈ ഒരു ചെറുകഥയിൽ ലാഡ്ലിക്ക് അച്ഛേ സലൂക്ക് കി വജാസെ, ലാഡ്ലിയുടെ നല്ല പെരുമാറ്റം കൊണ്ട്, ലാഡ്ലിയുടെ അച്ഛേ സലൂക്ക് കി വജാസെ, നല്ല പെരുമാറ്റം കാരണം കൊണ്ട്, ഉൻകെ മാ ബാപ്പ് കി ജിന്ദഗി മേ, അവരുടെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ ജിന്ദഗി മേ ജീവിതത്തിൽ ഇൻക്ലാബ് ബർപ്പായ ജാത്താ ഹെ, ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം സംഭവിക്കുന്നു. देखिए മെയിൻ പോയിന്റ് ആണ്. देखिए इस अफसाने में, ഈ ഒരു ചെറുകഥയിൽ ലാഡ്ലിക്ക് അച്ഛേ സലൂക്ക് കി വജാസെ, ഈ ലാഡ്ലിയുടെ നല്ല പെരുമാറ്റം കാരണം കൊണ്ട്, ഉൻകെ മാം ബാപ്പ് കി ജിന്ദഗി മേ അവരുടെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ ജീവിതത്തിൽ ഇൻക്ലാബ് ബർപ്പായ ജാത്താ ഹെ, ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം സംഭവിക്കുന്നു. ഇസ് അഫ്സാനയ്ക്ക് കാമിയാബ് മേ, ഈ ഒരു ചെറുകഥയുടെ വിജയത്തിൽ, കാമിയാബ് എന്ന് പറഞ്ഞാൽ വിജയത്തിൽ, ലാഡ്ലി കാ കിർദാർ, ലാഡ്ലി എന്ന പെൺകുട്ടിയുടെ കഥാപാത്രം ബഡാ റൂൾ അദാ കർത്താ ഹെ, ഒരു വലിയ റൂളാണ് പങ്കുവയ്ക്കുന്നത്. കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. ലാഡ്ലി എന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഹെഡിങ് കൊടുക്കുക, ലാഡ്ലി. ഓക്കെ, ലാഡ്ലി എന്ന് ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾ എഴുതുന്നു ലാഡ്ലി ഇസ് അഫ്സാനേക്ക ഏക്ക് അഹം കിർദാർ ഹെ, ലാഡ്ലി എന്ന പെൺകുട്ടി ഈ ഒരു ചെറുകഥയുടെ അഹം കിർദാർ ഹെ, പ്രധാനപ്പെട്ട കഥാപാത്രമാകുന്നു.
വ ഹംദർദി, അവളൊരു കരുണയുള്ള അവർ നേക്കതിൽ മുജസ്സമാഹെ എന്നാണ്, ഒരു നന്മയുള്ള മനസ്സിൻ്റെ ഒരു പെൺകുട്ടിയാകുന്നു, നന്മയുള്ള മനസ്സുള്ള ഒരു പെൺകുട്ടിയാകുന്നു. അവർ ഇൻസാനിയത്ക്ക് അച്ഛാ നമൂനാബിഹെ, മനുഷ്യത്വത്തിൻ്റെ ഒരു നല്ല മാതൃക കൂടിയാണ്. എന്തുകൊണ്ടാണ്? ഒയക്ക് കംസിൻ ലടുക്കി ഹോനയ്ക്ക് ബാവജൂദ്വി, അവളൊരു പ്രായം കുറഞ്ഞ ചെറിയൊരു പെൺകുട്ടിയായിട്ട് കൂടിയും ബുഡി കാക്കിക്കോ ഹദ്സേ ജ്യാദ, വൃദ്ധയായിട്ടുള്ള നമ്മുടെ കാക്കിയെ ഹദ്സേ ജ്യാദ അങ്ങേറ്റം ധാരാളം മദത് കർത്തി ഹെ സഹായിക്കുന്നു. ജബ് ഉസ്കി മാംബാപ്പിനെ കാക്കിക്കോ ബേറഹ്മി സെ ഗഡ്തേ, എപ്പോഴാണോ അവരുടെ അമ്മയും അച്ഛനൊക്കെ കാക്കിയെ, വൃദ്ധയായിട്ടുള്ള കാക്കിയെ ബേറഹ്മി സെ ഒരു കരുണയുമില്ലാതെ ഗഡ്തേയും പെരുമാറുന്നത്, അപ്പോൾ വോ കാക്കിക്ക് പാസ് ജാക്കർ, അവൾ കാക്കിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഉന്നെ തസല്ലി ദേനാ ചാത്തിയെ, അവരെപ്പോഴും സമാധാനിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു. ഈസ് അഫ്സാനമേ, ഈ ഒരു ചെറുകഥയിൽ ലാഡ്ലിക്ക് അച്ഛേ സെലൂക്ക് കി വജാസെ, ലാഡ്ലിയുടെ നല്ല പെരുമാറ്റം കാരണം കൊണ്ട് ഉനക്കെ മാംബാപ് കി ജിന്ദഗിമേ, അവരുടെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? ഇൻഖ്ലാബ് ബർപ്പായ ജാത്താഹെ, ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം വരുന്നു. ഈസ് അഫ്സാനയ്ക്ക്, ഈ ഒരു ചെറുകഥയുടെ കാമിയാബുമേ, വിജയത്തിൽ ലാഡ്ലി കാ കിർദാർ, ലാഡ്ലി എന്ന പെൺകുട്ടിയുടെ കഥാപാത്രം ബഡാ റൂൾ അദാ കർത്താഹെ, വലിയ റൂളാണ് പങ്കുവയ്ക്കുന്നത്. കൃത്യമായിട്ട് പഠിച്ചു വെക്കാം മക്കളെ. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. സബ്കോ ശുക്രിയ. ഖുദാ ഹാഫിസ്. ബൈ.